ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തൂ. ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു മഷ്റൂം ഗ്രേവി. മഷ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയിറ്റ് റിഡക്ഷൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഭക്ഷ്യ വസ്തുവാണ്. അതിന് കാരണം ഇതിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ് ഇല്ല. കാർബോഹൈഡ്രേറ്റ് വളരെ കുറച്ചേ ഉള്ളൂ. അതുപോലെ തന്നെ ഫാറ്റ് കണ്ടന്റ് വളരെ കുറവാണ്. ധാരാളം പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലുണ്ട്. പിന്നെ വിറ്റാമിൻസ് ആണെങ്കിൽ ഇതിൽ വിറ്റാമിൻ ഡി ഉണ്ട്. ബി കോംപ്ലക്സ് വിറ്റാമിൻസിൽ B2, B3, B5, B9 ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. വിറ്റാമിൻ സി വളരെ ചെറിയ അളവിൽ ഉണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ളത് മിനറൽസ് ആണ്. മിനറൽസ് സെലീനിയം ഉണ്ട്, കോപ്പർ ഉണ്ട്, അയൺ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, സിങ്ക് ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ല ഭക്ഷ്യവസ്തുവാണ് ഈ കുമിള്, എസ്പെഷ്യലി വെയിറ്റ് റിഡക്ഷൻ ആഗ്രഹിക്കുന്നവർക്ക്. അപ്പൊ ഇത് മഷ്റൂം 200 ഗ്രാം മഷ്റൂം, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പല, ഇത് അവസാനം ഇടാനുള്ളതാണ്, മല്ലിയില. പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇച്ചിരി ജീരകപ്പൊടി. ഇത് തക്കാളി വേവിച്ചിട്ട് അതൊന്ന് അരച്ചെടുത്തിരിക്കും. ആദ്യമായിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക. ഇത് രണ്ടും ഒരു പേസ്റ്റ് ആക്കി എടുക്കുക. ഇത് അരിഞ്ഞെടുക്കുക, വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. ഇത് കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. ഇത് ഒരുമാതിരി വലിയ മഷ്റൂം ആയതുകൊണ്ട് 4 മുറിക്കുക, അല്ലെങ്കിൽ 2 മുറിച്ചാലും മതി. അപ്പൊ ഇനി നമുക്ക് അതിന്റെ പ്രിപ്പറേഷൻ ആദ്യം ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പൊ നമ്മള് അരിഞ്ഞെടുക്കാനുള്ളതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഇത് അവസാനം ഇടാനുള്ളതാണ്. മല്ലിയില അരിഞ്ഞെടുത്ത്. കുമിള് നമ്മൾ ഇങ്ങനെ അരിഞ്ഞെടുക്കാം. പിന്നെ അതിൻ്റെ അറ്റത്തുള്ള 2 ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക, എണ്ണ ഒഴിക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അത് ഏകദേശം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ആദ്യം ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അപ്പോൾ തീയൊക്കെ നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഇടുക, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതൊക്കെ കരിയാൻ സാധ്യത. അപ്പോൾ ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചപ്പൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് വേപ്പല, പച്ചമുളക്, അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് സവാള കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇടാം. ആ സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ അങ്ങിടാം. കുറച്ച് ഉപ്പും കൂടെ ഇടും. 1/2 ടീസ്പൂൺ ഉപ്പിടാം. അപ്പൊ ഇത് വഴന്ന് കിട്ടാനും നല്ലതാണ്. അപ്പൊ ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകും വരെ വഴറ്റുക. കുറച്ചു നേരം ഒന്ന് മൂടി വെക്കുക. ഇടക്കൊക്കെ ഇത് ഒന്ന് പൊക്കിയിട്ട് ഇളക്കി കൊടുക്കണം. ഒരു ചെറിയ കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇച്ചിരിയുടെ കളർ ഒരു ബ്രൗണിഷ് കളറാണ്. ഒരു ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പൊടി ഇടുക എന്നുള്ളതാണ്. പൊടി ഇടുന്നതിന് മുമ്പ് നമ്മൾ ഈ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ടിടണം, അല്ലെങ്കിൽ ആ പൊടിയൊക്കെ കരിഞ്ഞു. സ്റ്റൗ ഓഫ് ചെയ്ത് നല്ലപോലെ ചിക്കുക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു അടികട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് ആ ചൂടിൽ തന്നെ അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കോളും. അപ്പം അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇനി തീ കൊടുക്കണം. കൊടുത്തിട്ട് അരച്ചു വെച്ചിരിക്കുന്ന കാളി അപ്പോൾ ഇതെല്ലാം തക്കാളിയും വെന്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
ശരിക്കും തിളപ്പിച്ച് അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടാണ് അരച്ചത്. അടുത്ത സ്റ്റെപ്പ് ഇതിലോട്ട് കുറച്ച് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ തിളച്ച വെള്ളം ഒഴിക്കണം. ഈ കുമിളിൻ്റെ അകത്ത് കുമിളിൻ്റെ അകത്ത് നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഇഷ്ടം പോലെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് കാരണം കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഈ ഒഴിക്കുന്നത്. അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമായതുകൊണ്ട് ഒഴിച്ചപ്പോഴേ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ കുമിള് ആദ്യം സിമ്മിലിടണം. സിമ്മിലിട്ടിട്ട് കുമിള് ഇതിലോട്ട് ഇടുക. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് മൂടി വെക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കുറേ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് കാരണം നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഒരു മിനിറ്റ് ഇടവിട്ട് ഇതൊന്ന് പൊക്കി ഇളക്കി കൊടുത്താൽ മതി. മൂടി വെക്കുക. 1 മിനിറ്റ് ഇടവിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ചാറ് കുറച്ചുകൂടെ ഒന്ന് അയഞ്ഞിട്ടുണ്ട്. കാര്യം ഈ കുമിളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നാൽ അത് നമുക്കൊന്ന് വറ്റിക്കണം. കുറച്ചുകൂടെ ഒന്ന് വറ്റിയിട്ട് വേണം നിർത്താനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, പൂരിയുടെ കൂടെ കഴിക്കാം. അപ്പോൾ ഇനി നമ്മുടെ ഫൈനൽ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉപ്പ് നോക്കണം. ഉപ്പ് പോരെങ്കിൽ ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് മതി. നമ്മുടെ ഗ്രേവി ഉള്ള കുമിള് കറി റെഡിയായി. ഇത് വേവിക്കേണ്ടി വന്നത് ഒരു 10 മിനിറ്റാണ്. നമ്മൾ ഈ കുമിളിട്ട് കഴിഞ്ഞ് 10 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്നുകൂടെ നോക്കി എല്ലാം കറക്റ്റാണ്. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇനി ഇതൊരു 15 മിനിറ്റ് മൂടി വെക്കുക. തീ ഓഫ് ചെയ്യുക. 15 മിനിറ്റ് കഴിഞ്ഞ് ഇത് സെർവ് ചെയ്യുക. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.